ഒരു മകളുടെ കണ്ണിലൂടെ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് ഈ ഭൂമിയെ കാണാൻ പഠിപ്പിച്ച അച്ഛനെ, അവൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന അച്ഛനെ അക്ഷരങ്ങളിൽ ഭദ്രമായി സൂക്ഷിച്ചു വെക്കാനുള്ള ധൈര്യത്തിൻ്റെ ഒരു എളിയ ശ്രമം മാത്രമാണ് ഇത്. ഒരു ജന്മം തന്നെ സ്വന്തം മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി തീരെഴുതി കൊടുത്തവരാണ് നമ്മുടെ മാതാപിതാക്കൾ. സ്വയം ജീവിക്കാൻ മറന്നുപോയവർ. ജന്മം കൊടുത്താൽ ഇപ്പറഞ്ഞതൊക്കെയും അവരുടെ കടമയും ഉത്തരവാദിത്വവും മാത്രമാണെന്നും അതിന് ത്യാഗത്തിൻ്റെ പരിവേഷം ചാർത്തേണ്ടതില്ലെന്നും വേണമെങ്കിൽ നമുക്ക് വാദിക്കാം. അപ്പോഴും കടപ്പാട് എന്നൊരു വാക്ക് ബാക്കി കിടക്കുന്നു. വേണമെങ്കിൽ നമുക്കത് പൂർത്തീകരിക്കാം. ഇല്ലെങ്കിലും ആരും കുറ്റം പറയാൻ പോകുന്നില്ല. സ്നേഹമെന്ന വികാരം പ്രകടിപ്പിക്കാൻ അപ്പാടെ പരാജയപ്പെട്ട ഒരു തലമുറയിലെ അച്ഛനമ്മമാരും മക്കളുമാണ് നമ്മൾ. മക്കൾക്ക് ചുറ്റിലും ഒരു തണൽ വൃക്ഷമായി പടർന്നു പന്തലിച്ചു കിടക്കുമെങ്കിലും സ്നേഹവാത്സല്യത്തോടെ അവരെ ഒന്ന് കെട്ടിപ്പിടിക്കാനോ തലോടാനോ മൂർധാവിൽ ഒരു ചുംബനം നൽകാനോ മറന്നുപോയ ഒരു തലമുറ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്നേഹം പ്രകടിപ്പിക്കേണ്ടതാണെന്ന് പോലും അവർക്ക് അറിയില്ലായിരുന്നു. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ അതിനൊന്നും സമയം ലഭിച്ചില്ലെന്ന് പറയുന്നതല്ലേ ശരി? നമുക്ക് നഷ്ടമായതൊക്കെ പലിശ സഹിതം നമ്മുടെ മക്കൾക്ക് വിഹിതമായി നൽകുമ്പോഴാണ് പ്രകടമാക്കപ്പെട്ട സ്നേഹത്തിനാണ് ഉള്ളിലൊതുക്കി വയ്ക്കുന്ന സ്നേഹത്തേക്കാൾ ശക്തിയും